വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവാതിര സ്പെഷ്യൽ വ്ളോഗാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്ന വ്ളോഗാണ് നമ്മൾ എടുക്കുക. അപ്പം അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോകുന്നത്. അപ്പം ആ വ്ളോഗിലേക്ക് നേരെ പോകാം. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ കുറെ നേരം എടുത്തു. ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അടിപൊളിയായി സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. സൂപ്പറായിട്ട് ഒരുക്കി അലങ്കരിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സൂപ്പറായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നല്ല രാവിലെ കണ്ടതിനേക്കാളും നല്ല അടിപൊളിയായിരുന്നു. അവിടായിട്ട് നല്ല തെളിഞ്ഞ് മഞ്ഞ ഉയരത്തിലുള്ള ചന്തം കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല. കാണുന്നുണ്ടോ അവിടെ ഒരു ലൈറ്റ് പോലെ നിങ്ങൾക്ക് കാണുമായിരിക്കും. അത് ചന്ദ്രനാണ് ഗൈസ്. ലൈറ്റ് പോലെ കാണുമായിരിക്കും. അത് ചന്ദ്രൻ മാത്രം ഓറഞ്ച് കളറിൽ കേട്ടോ, മഞ്ഞ കളർ, നല്ല മാമ്പഴത്തിൻ്റെ കളർ. ഇപ്പം നമ്മൾ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം നടക്കുകയാണ്. കുറേ പേര് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയനും കുറേ ഫോട്ടോ, ഞങ്ങൾ എല്ലാവരും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ആയിരുന്നു. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടായിരിക്കും, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഇതൊക്കെ. ഉറക്കെ പറഞ്ഞു. അമ്പലത്തിൻ്റെ അകത്തോട്ട് കഴിയുന്നതേ ഉള്ളൂ. അകത്തോട്ട് വെട്ടം അമ്മമാരുടെ കുറേ തിരുവാതിര ഉണ്ടായിരുന്നു, ഓരോരോ ഗ്രൂപ്പ് വെച്ച്. ആദ്യത്തെ ഗ്രൂപ്പാണ് ഇത്. നല്ല മെച്ചമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഓരോ സ്റ്റെപ്സും അടിപൊളിയായിരുന്നു. കണ്ടിരിക്കാൻ കുളിർമ തോന്നുന്ന സ്റ്റെപ്പായിരുന്നു. അടിപൊളിയായ അവർക്കൊക്കെ കുറേ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ വക. അടിപൊളി ഒരു ഡാൻസ് ആയിരുന്നു. ഓരോ സോങ്സും ഓരോ ഡാൻസിന് മെച്ചമാണ് അവർ ഓരോന്ന് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതുപോലെ സൂപ്പർ ഡാൻസ് ആയിരുന്നു. അപ്പം അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാ ആൻറ്റിമാരും കളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഇത് ആദ്യത്തെ ഗ്രൂപ്പാണ് ഗൈസ്. ചുമന്നൊരു നല്ലൊരു ഗ്രൂപ്പാണ്. ഇതായിട്ട് ഡാൻസ് കളിച്ചു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ 2-3 ഡാൻസൊക്കെ കളിച്ചായിരുന്നു. അല്ലയോ, അടിപൊളി ഡാൻസ് ആയിരുന്നു. കുറേ സോങ്സിന് കുറേ സ്റ്റെപ്സ് അടിപൊളി. ഓരോ സ്റ്റെപ്പിനും ഓരോരോ ഭംഗിയുണ്ട്. ഓരോ ഇതിലാക്കിയാണ് ഓരോ അമ്മമാരെ കാണുമ്പോൾ അതിൻ്റെ ഭംഗികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ഓരോ ഭംഗികളാണ്. അടിപൊളി സ്റ്റെപ്സ് ആയിരുന്നു. സ്റ്റെപ്പാണെങ്കിലും സോങ് ആണെങ്കിലും അവർ കണ്ടുപിടിക്കുന്ന അതെല്ലാം സൂപ്പർ മെച്ചത്തിന് മെച്ചം, ഒന്ന് മെച്ചത്തിനായിരുന്നു. അടിപൊളിയായിരുന്നു ഓരോന്നും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത് കണ്ടു നോക്കൂ.
ഗായ്സ് ഇതാണ് സെക്കൻഡ് ടീമാണ് ഗായ്സ്. ഇത് ഇന്നും നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അമ്മമാരെല്ലാം കളിക്കുന്നതും ഓരോരോ ഇതിനും ഓരോരോ ഭംഗിയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ്. ഇതും അടിപൊളിയായിരുന്നു. ഇതും സൂപ്പർ ഡാൻസ് ആയിരുന്നു. നിങ്ങൾ ഇത് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഡാൻസ് എന്നൊക്കെ പറയണേ, കമന്റ് ചെയ്യണേ. ശ്രീരകം തന്നിൽ വാഴും വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടേ അഞ്ചിന്റെ വന്നു വിളങ്ങിടേണം മലരുന്ന വീഴുന്ന തളിപ്പഴം കൊട്ടത്തെ ശക്കരയും ഒറ്റപ്പം പിന്നെ അങ്ങുണ്ടിയാകം എല്ലാം കൂടി എന്റെ കുഞ്ഞുണ്ണിയെ ഭക്തതന്നിടുന്ന പാർവതി നന്ദന വാഴ വാഴ ചേരിപ്പോകാനന്ദം നൽകിടുന്ന പരമേശ്വര പുത്ര വാഴ വാഴ പരമേശ്വര പുത്ര വാഴ വാഴ ബ്രഹ്മപതി ദേവി ശ്വേതഭാരതരെ വാണി ഭഗവതി കൈതോടുന്നേ കൊല്ലൂരിൽ വാഴുന്ന മൂകാസുരഹരേ നീനാവാണി കൈതോടുന്നേ മനസ്സികാടെന്നോരു വിദ്യാസ്വരൂപിണി പത്മാസനേശ്വരി കൈതോടുന്നേ മനസ്സികാടെന്നോരു വിദ്യാസ്വരൂപിണി പത്മാസനേശ്വരി കൈതോടുന്നേ പത്മാസനേശ്വരി കൈതോടുന്നേ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ്, ഈ കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ്
ഷെയർ ചെയ്യണേ. ഷെയർ ചെയ്യണം. ഇതേപോലെയുള്ള നല്ല വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ അമ്പലത്തിൽ പോയില്ലേ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ വരുന്നത് ബൈ ബൈ. ബൈ ബൈ.